ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ലഞ്ചിന് ചെറുപയർ സ്പ്രൗട്ടഡ് ആക്കിയതും ക്യാബേജും കൂടെ തോരൻ വെച്ചതാണ്. റിച്ച് ഇൻ പ്രോട്ടീനാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാറുണ്ട്. നേരത്തെ ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് മുളപ്പിക്കാൻ വെച്ച് അങ്ങനെ മുളച്ച് കഴിയുമ്പം പിന്നെ കുക്കറിലൊന്നും അടിക്കണ്ട, ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് തോരൻ വെച്ചാൽ മതി. ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്കും എൻ്റെ മമ്മി പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നേരത്തെ വെച്ച ഒരു അവിയലും കുറച്ച് മീൻകറിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് രണ്ടും ഇന്നലെ വെച്ചതാണ്. അപ്പം എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇന്നത്തെ ലഞ്ച് കഴിച്ചു. അതിനുശേഷം ഡിന്നർ സപ്പർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്യുവാണ്. അതായത് ഇന്നത്തെ ഡിന്നറ് കപ്പ ബിരിയാണിയാണ്. അപ്പം എനിക്കങ്ങനെ ഇതുണ്ടാക്കാൻ അറിയത്തൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ച് ഇതെങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ആ സെയിം റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമും വളരെ യമ്മി ആയിരുന്നു, സെക്കൻഡ് ടൈമും നല്ല യമ്മി ആയിരുന്നു. അപ്പം ഇപ്പം എനിക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ 2 വട്ടവും എൻ്റെ ഫ്രണ്ടിനെ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. ഇതെനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ അറിയാത്തൊരു റെസിപ്പി ആയിരുന്നിട്ട് പോലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സക്സസ്ഫുള്ളായി. വളരെ യമ്മി ആയിരുന്നു. അപ്പം ബീഫ് പീസസ്, എല്ലുള്ള ബീഫ് പീസസാണ് ഇത് എടുത്തിരിക്കുന്നത്. അതിലേക്ക് മസാലാസ് എല്ലാം ആഡ് ചെയ്തു. ലൈക്ക് ചില്ലി പൗഡർ, ടേമറിക് പൗഡർ, ഗരം മസാല, ഒരു ഇച്ചിരി കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്തു. സോൾട്ട് ആവശ്യത്തിനിട്ടു. പിന്നെ സവോള ചോപ്പ് ചെയ്തിട്ടു. പിന്നെ ജിഞ്ചർ ഗാർലിക് ക്രഷ്ഡ് ഇത്ര ഇട്ടു. ഒരല്പം വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പം എനിക്ക് അടിക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പിടിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടി. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത്. അപ്പോൾ പിന്നെ ഒത്തിരി വെള്ളമായി പോയാൽ നമുക്ക് ഒന്ന് ബോയിൽ ചെയ്തത് മാറ്റാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിവേ അത് കുക്ക് ചെയ്യാൻ ഒരു കുക്കറിൽ ഒരു സ്റ്റൗവിലോട്ട് വെച്ചു. അടുത്ത സ്റ്റൗവിൽ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് കപ്പ. അപ്പോൾ ഞാനിവിടെ മോസ്റ്റ്ലി എടുക്കുന്നത് ഫ്രോസൺ കപ്പയായിരിക്കും. അപ്പോൾ ഫ്രോസൺ കപ്പ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ആഡ് ചെയ്ത് കുക്കറിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തു. രണ്ടും കറക്റ്റ് കുക്കിംഗ് ആയി കഴിയുമ്പം രണ്ടും കൂടെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. പക്ഷേ സപ്പർ ഭയങ്കര യമ്മി ആയിരുന്നു. കപ്പ ബിരിയാണി ഭയങ്കര യമ്മി ആയിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ.